ഓരോ പി ടി എ മീറ്റിംഗ് കഴിയുമ്പോൾ പിന്നെ 2 ദിവസത്തേക്കിന് എൻ്റെ അവസ്ഥ വളരെ ദയനീയകരമാണ്. കാരണം ഈ ടീച്ചേഴ്സ് വായി വരുന്ന അങ്ങ് പറയും എൻ്റെ അമ്മയോട്, ഭാഗ്യം ഈസ് സോ ടാലന്റഡ്, ഷീസ് നോട്ട് യൂട്ടിലൈസിങ് ഇറ്റ്. അവൾക്ക് പഠിക്കാൻ കഴിവുണ്ട്, അവൾക്ക് അവൾ മനസ്സ് വെക്കാത്തത് കൊണ്ട് അവൾക്ക് മാർക്കില്ലാത്തതെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ അമ്മ ഓർക്കും, എൻ്റെ ദൈവമേ എൻ്റെ കൊച്ചിന് ഇത്രയും ബുദ്ധിയെന്നൊക്കെ ഓർത്തിട്ട് വീട്ടിൽ വന്ന അമ്മ എനിക്കൊരു 1 മണിക്കൂർ ക്ലാസ് എടുക്കും. മോളെ, നീ മനസ്സ് വിചാരിച്ചാലേ നടക്കൂ, പക്ഷെ നീ വിചാരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഞാനിത് മറ്റൊരാത്ത ജഗതി എന്ന് ഞാൻ ഓർക്കും, ഓക്കെ ഇന്ന് തൊട്ട് ഞാൻ തകർക്കും എന്നോർത്ത് ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ നേരെ ഇതെല്ലാം പി ടി മീറ്റിങ്ങിനുള്ളത് കേട്ടോ. നേരെ പോയി കുളിക്കും. എൻ്റെ മനസ്സിലൊരു വിചാരം എന്ന് പറഞ്ഞാൽ ആ കുളിയോടുകൂടി ഞാൻ ആൾ മാറുകയാണ്, പുതിയൊരു ജന്മമാവുകയാണ്. ഈ സിനിമയിലൊക്കെ ഈ തല്ലൊക്കെ കൊണ്ട് ചാകാറായിട്ട് പിന്നെ വില്ലനായിട്ട് വരുമ്പോൾ, അതായത് നായകനായിട്ട് വരുമ്പോൾ വെള്ളത്തിൽ നിന്നൊക്കെ പൊങ്ങി വരത്തില്ല, അതുപോലെ എൻ്റെ ആ കുളിയോടുകൂടി ഞാൻ വേറെ ലെവലാവുകയാണ്. പിന്നെ നേരെ റൂമിൽ വന്നിട്ട് റൂം മുഴുവൻ ഞാൻ അടിച്ചു വാരി തൂക്കും. പഠിക്കാൻ മേടിച്ച സ്റ്റഡി ടേബിൾ തൂത്ത് പുതിയ വിരിയൊക്കെ വിരിച്ച് ബുക്കൊക്കെ അടുക്കി മെഴുകുരി കത്തിച്ച് പ്രാർത്ഥിച്ച് ഞാനിരിക്കും. 1 മണിക്കൂർ ഉറക്ക വായിക്കും, 2-മത്തെ മണിക്കൂർ നടന്ന് വായിക്കും, 3-മത്തെ മണിക്കൂർ ഇരുന്ന് വായിക്കും, 4-മത്തെ മണിക്കൂർ കിടന്ന് വായിക്കും. കാരണം ആ 4-മത്തെ മണിക്കൂറിൽ